സർ. അലക്സ് സർ. എന്തായി? സാർ അവിടെയുള്ള ഹോട്ടലിൽ CCTV ഇല്ല സാർ. അവിടുന്ന് കുറച്ച് മാറി ഒരു ATM കൗണ്ടറിൽ CCTV ഉണ്ട്. അവിടുന്ന് രാത്രി 7 മുതൽ 10 മണി വരെയുള്ള ഫുട്ടേജ് കളക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ 8 മണിക്ക് ഈ ബൈക്ക് അതിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട് സാർ. അതിൽ റെജിയുടെ കൂടെ പ്രകാശ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ആക്സിഡന്റിന് ശേഷം പ്രകാശ് മിസ്സിംഗ് ആണ് സാർ. ഈ പ്രകാശ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുള്ള പ്രകാശിന്റെ ഭാര്യയാണ് സാർ. ഓ, അടുത്തുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആക്സിഡന്റ് കേസ് എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? അന്വേഷിച്ചു, പക്ഷേ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇല്ല. ഈ പ്രകാശിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? പ്രകാശൻ ഒരു സ്കൂൾ അധ്യാപകനാണ്. കൂടാതെ ചെറിയ റിയൽ എസ്റ്റേറ്റ് പരിപാടിയുണ്ട്. ഈ റെജിയും പ്രകാശനും പാർട്ട്നേഴ്സാണ്. മൂന്നാറിലെന്തോ സ്ഥലത്തിൻ്റെ കാര്യത്തിന് വന്നു എന്നുള്ളതാണ് ഭാര്യ പാലാരോട്ടെ സ്റ്റേഷനിൽ കൊടുത്ത പരാതിയിൽ പറയുന്നത്. അയാളുടെ വണ്ടി എവിടെയല്ലേ? ഉണ്ട് സാർ. നമുക്ക് ആക്സിഡന്റ് നടന്ന സ്ഥലത്ത് നിന്നും ഹെഡ്ലൈറ്റിനെ പൊട്ടി പീസസ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അത് ബൈക്കിനിടിച്ച് നിർത്താതെ പോയ വണ്ടിയുടേതായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതൊരു ഒറ്റക്കണ്ണം വണ്ടിയായിട്ടായിരിക്കും പിന്നീട് അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അപ്പോഴൊരു പ്രശ്നമുണ്ട് സാർ. ഈ പ്രകാശിനെ അവസാനം വിളിച്ച പ്രകാശിൻ്റെ ഭാര്യയാണ്. ഏകദേശം 7:30 കഴിയുമ്പോൾ അവരോടൊന്ന് പുറപ്പെടുന്നതാണ് പറഞ്ഞത്. അത് പ്രകാശിൻ്റെ ഭാര്യ കൊടുത്ത പരാതിയിലും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് CCTV വിഷ്വൽസിൽ ഇവർ മൂന്നാറിൽ നിന്ന് എറണാകുളത്തേക്ക് പുറപ്പെട്ടതായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരിടിച്ച വണ്ടി എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്ക് വരുന്നൊരു വണ്ടിയായിരിക്കണം. അതായത് ചുരം കയറി വരുന്നൊരു വണ്ടി. പക്ഷേ 8 മണി മുതൽ 10 മണി വരെയുള്ള CCTV വിഷ്വൽസിൽ അങ്ങനെ ഒരു ഒറ്റക്കണ്ണൻ വണ്ടി ചുരം കയറി വന്നിട്ടില്ല. ഈ പ്രകാശിൻ്റെ കോൾ ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു. ലാസ്റ്റ് ഇൻകമിംഗ് കോൾ വൈഫിൻ്റെയാണ്. പിന്നെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് ഇടിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വണ്ടി ചുരം കയറി വരണ്ടല്ലേ സാർ? അങ്ങനെയാണെങ്കിൽ ആ ഒറ്റക്കണ്ണം വണ്ടി CCTV പെടണ്ടല്ലേ? അതെ സാർ. ഇതാകെ മൊത്തം കൺഫ്യൂഷൻ ആണല്ലോ സാർ. ഈ ആക്സിഡന്റിന് ശേഷം പ്രകാശിന്റെ വൈഫിന് എന്തെങ്കിലും അനോണിമസ് കോൾ വന്നിരുന്നു? ഇല്ല സാർ. പ്രകാശിന്റെ ബാക്കിയുള്ള കോൾ ലിസ്റ്റ് എടുത്തിരുന്നോ? യെസ് സാർ. ആകെ മൊത്തം 18 കോളുകളാണ്. അതിൽ മിക്കതും ഫ്രണ്ട്സിൻ്റെയും പിന്നെ വീട്ടിൽ നിന്നുള്ളതാണ്. ഈ ആക്സിഡന്റിന് ശേഷം, അതായത് 8:45 കഴിഞ്ഞ് പ്രകാശിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതൊരു പ്ലാൻഡ് കിഡ്നാപ്പിംഗ് ആയിരിക്കും സാർ? അതിനുള്ള തെളിവൊന്നും നമ്മുടെ കയ്യിലില്ല. ഇവരെന്തിന് മൂന്നാറിൽ വന്നു? ഇവരെ ഇടിച്ചിട്ട് നിർത്താതെ പോയ വണ്ടി ആരുടേതാണ്? ഇതൊക്കെയാണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഈ മരിച്ച റെജിയുടെ കോൾ ലിസ്റ്റ് എടുത്തിരുന്നോ? ഇല്ല സാർ. അതൊന്നും വേണ്ടിയിട്ട് എനിക്ക് വേണം. ഓക്കെ സാർ. മോർണിംഗ് സാർ. ഹലോ ജോൺ. ആകെ തലവേദനയല്ലോടൂ. ആ മോഹൻ കേസ് പാർട്ടിക്കാർ സ്വൈര്യം തരുന്നില്ല. ആ രണ്ടുപേരുടെ കാര്യം എന്തായി? അവരെ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സാർ. രണ്ടുപേരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിൽ ലിജോ എന്ന് പറയുന്നവൻ്റെ ആൻറ്റിയുടെ വീട് ഇവിടെയാണ്. അവരിവിടെയാണ് ഇടയ്ക്ക് തമ്പടിക്കാറുള്ളത്. ഞാൻ ഒരാൾ അവിടെ മഫ്റ്റിയിൽ ഇട്ടിട്ടുണ്ട്. അത് അവന്മാരവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ പോകും സാർ. എനിക്കും മേളിൽ നിന്ന് ഭയങ്കര പ്രഷർ ഉണ്ടതാ. അറിയാം സാർ. ഓക്കെ എന്നാ. താങ്ക് യു. ആ സാർ. എന്തായാലും കാര്യങ്ങൾ? സാറേ, ഞാൻ ഈ വർക്ക്ഷോപ്പിൻ്റെ മുന്നിലാണ് ഉള്ളത്. ഇവിടെ എന്നാൽ ആ വീട്ടിൽ വരുന്നേയും പോകുന്ന ആളെ ശരിക്കും കാണാൻ പറ്റും. ഇന്നാരെങ്കിലും വന്നോ? ഇല്ല സാർ, ഇന്നാ രാവിലത്തെ പത്രക്കാരൻ മാത്രമേ വന്നിട്ടില്ല, വേറെ ആരും വന്നിട്ടില്ല. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങി കളയരുത്. വൈകുന്നേരം ആകുമ്പോൾ മനോജ് വരും. അതുവരെ അവിടെ തന്നെ ഉണ്ടാവണം. ആ സാർ. ഓക്കെ സാർ.